റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ 2ാമത്തെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1ാമത്തെ ചോദ്യപേപ്പർ ചാനലിലുണ്ട്, കാണാത്തവർക്കൊക്കെ അത് കാണാം. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് എന്താണ്? യോജിപ്പിക്കാം എന്നാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക, ഉത്തരങ്ങളൊക്കെ വായിച്ച് ഓരോന്നിനോടും യോജിക്കുന്നത് താഴേക്ക് എഴുതുക. നമുക്കറിയാവുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷനുകൾ നോക്കുക. ഹാരിസ റളിയല്ലാഹു അൻഹു, ദാറുൽ അർഖം, 18 സ്ത്രീകളും, ആമുൽ ഹുസ്ന്, മിസ്അബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കുക. 1ാമത്തെ ചോദ്യം, രഹസ്യപ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത്. ആദ്യകാലത്ത് രഹസ്യപ്രബോധനവും ആരാധനകളൊക്കെ നടത്തിയിരുന്നത് എവിടെയാണ്? 1ാമത്തെ ഉത്തരം അതാണ്, ദാറുൽ അർഖമിലായിരുന്നു. അപ്പോൾ ദാറുൽ അർഖം എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ എഴുതിയാലും മതി, ദാറുൽ അർഖം. 2ാമത്തെ ചോദ്യം എന്താ? 2ാം യാത്രയിൽ 83 പുരുഷന്മാരും, 2ാമത്തെ എത്യോപ്യയിലേക്കുള്ള ഹിജറ ഉണ്ടല്ലോ, അതിൽ 83 പുരുഷന്മാരും പിന്നെ എത്ര ഇതാണ് 2ാമത്തെ ഉത്തരം, 18 സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്നൊന്നും എഴുതണ്ട, ഓപ്ഷനിൽ എന്താണുള്ളത് അതേപോലെ എഴുതിയാൽ മതി. അത് പിന്നെ പൂരിപ്പിക്കാനൊക്കെ ആണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 18 സ്ത്രീകളും എന്നിവിടെ എഴുതാം. പിന്നെ 3ാമത്തേത്, നബുവത്തിൻ്റെ 10ാം വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. നബുവത്തിൻ്റെ 10ാം വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്താ? ഇതാണ് 3ാമത്തെ ഉത്തരം, ആമുൽ ഹുസ്ന് എന്നാണ്. ആമുൽ ഹുസ്ന് പറഞ്ഞാൽ ദുഃഖവർഷം എന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണമൊക്കെ നിങ്ങൾക്കറിയാം. പിതൃവ്യൻ അബൂ താലിബ് വഫാത്തായി 3ാമത്തെ ദിവസം പത്നിയായ അഥവാ ഭാര്യയായ ഖദീജ ബീവിയും വഫാത്താകുകയാണ്. അതുകൊണ്ടാണ് ആ വർഷത്തെ നബിതങ്ങൾ ആമുൽ ഹുസ്ന് എന്ന് വിശേഷിപ്പിച്ചത്. 4ാമത്തെ ചോദ്യം, ത്വായിഫ് യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നത്. ത്വായിഫ് യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? ഇതാണ് എൻ്റെ ആൻസർ. 4ാമത്തേത് ഹാരിസ റളിയല്ലാഹു അൻഹു അല്ലേ? സെയ്ദ് ബിൻ ഹാരിസ എന്നാണ് ഫുള്ള പേര്. ഇതിൽ ഹാരിസ എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് എഴുതിയാൽ മതി, ഹാരിസ റളിയല്ലാഹു അൻഹു. ഇനി 5ാമത്തേത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. മദീനയിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നബി തങ്ങൾ പറഞ്ഞയച്ചത് ആരെയാണ്? ഇതാണ് 5ൻ്റെ ഉത്തരം, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പേര് കംപ്ലീറ്റ് ഇല്ല, ഇവിടെ എന്താണോ ഉള്ളത് അതുപോലെ എഴുതിയാൽ മതി. നിങ്ങളെ ഓപ്ഷനുകളിൽ എന്താണ് അതേപോലെ എഴുതാം, മിസ്അബ് റളിയല്ലാഹു അൻഹു. ഇനി 2ാമത്തെ ആക്ടിവിറ്റി ശരിയുത്തരം കണ്ടെത്താം എന്നാണ്. ശരിയുത്തരം കണ്ടെത്താം. താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിന് 2 ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ, അത് ശരിയിട്ട് കൊടുത്താൽ മതി. എന്താണ് 1ാമത്തെ ചോദ്യം? കിഴക്കൻ ആഫ്രിക്കയിലെ രാജ്യം. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് എത്യോപ്യ, മൊറോക്കോ. ഏതാണ് നമ്മൾ പഠിച്ചത്? എത്യോപ്യ ആണല്ലേ. അപ്പോൾ എത്യോപ്യ ഇടുക, അവിടെ ടിക്ക് ചെയ്താൽ മതി. 2ാമത്തേത്, അൻദിർ അശീറത്തക്കൽ അഫ്ളലീൻ എന്നാണോ അഖ്റബീൻ എന്നാണോ? അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്നാണ് അല്ലേ. അടുത്ത കുടുംബങ്ങൾക്ക് അങ്ങ് മുന്നറിയിപ്പ് നൽകുക എന്നൊരു ഖുർആൻ ആയത്താണല്ലോ അത്. അതിറങ്ങിയപ്പോഴാണ് പരസ്യപ്രബോധനം തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ അതങ്ങനെ പരസ്യപ്രബോധനം തുടങ്ങിയത് ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആയത്ത് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏത് ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഏത് രൂപത്തിൽ വന്നാലും എഴുതാനുള്ള ഒരു കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുന്നത്. 3ാമത്തേത്, അബൂബക്കർ അള്ളാഹുവിൻ്റെ മകൻ. അബൂബക്കർ അള്ളാഹുവിൻ്റെ മകൻ ഇതിലാരാ? അബ്ദുള്ള ഇബ്രാഹിം. ആരാണ്? അബൂബക്കർ അള്ളാഹുവിൻ്റെ മകൻ അബ്ദുള്ള അവരാണ് അല്ലേ. അപ്പോൾ അവിടെ ടിക്ക് ചെയ്യാം.
ഇനി നാലാമത്തത് ഇസ്രാഉം മിഅ്റാജ് യാത്രകൾ അല്ലേ. മിഅ്റാജ് യാത്രകൾ അത് റമദാൻ 17, അതേപോലെ തന്നെ റജബ് 27. അതേതാണ്? റജബ് 27-നാണ് എന്ത് മിഅ്റാജ് യാത്രകളൊക്കെ നടന്നത്. ഇത് അപ്പടുത്ത് കഴിഞ്ഞിട്ടുള്ളല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ നോമ്പൊക്കെ നോറ്റില്ലേ. അഞ്ചാമത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റജബ് 27 ഇപ്പടുത്ത് കഴിഞ്ഞു എന്നുള്ള അർത്ഥം, അതിൻ്റെ വാർഷികം. അഞ്ചാമത്തത് മദീനയിലെ ആദ്യത്തെ പള്ളി ഏതാണ്? നബവി ആണോ ഖുബ ആണോ? ഖുബ ആണല്ലേ, മസ്ജിദ് ഖുബ. അതാണ് മദീനയിലെ ആദ്യത്തെ പള്ളി. നബവി എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പള്ളിയാണ്, മസ്ജിദ് നബവിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി മൂന്നാമത്തത് ആരാണെന്ന് വ്യക്തമാക്കാം. ഇവിടെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് എന്ന് എഴുതി കൊടുത്താൽ മതി. എന്താണ് ഒന്നാമത്തത്? ചോദ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വാഹനം ഒരുക്കി നബിയെ കാത്തിരുന്നത്. എന്തോ വാഹനമൊക്കെ ഒരുക്കി നബി തങ്ങളെ കാത്തിരുന്ന ഒരാളുണ്ടല്ലോ ഹിജ്റ സമയത്ത്. ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി അബൂബക്കർ എന്നോ അല്ലെങ്കിൽ സിദ്ദീഖ് എന്നോ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയൊക്കെ എഴുതാം. അതൊക്കെ ആളൊന്നു തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തത് ലാ തഹസൻ ഇന്നല്ലാഹ മഅന എന്ന് പറഞ്ഞത്. ലാ തഹസൻ, വിഷമിക്കേണ്ട. ഇന്നല്ലാഹ മഅന, തീർച്ചയായും അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. ഇത് പറഞ്ഞതാരാ? അത് നിങ്ങൾക്കറിയാം. ഇതാ ഗുഹയിൽ നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ മുമ്പിലെത്തിയ ആ സമയമുണ്ടല്ലോ. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞതാണ് അല്ലേ, മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നബിതങ്ങൾ എന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്നൊക്കെ ഇതാം. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഒരു മട്ടം മുഹമ്മദ് നബി എന്ന് എഴുതുന്നതായിരിക്കും. ഇപ്പോൾ മുഹമ്മദ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തത് നബി തൻ്റെ വിരിപ്പിൽ കിടക്കാൻ നിർദ്ദേശിച്ചത്. ഇതും ഹിജ്റൻ്റെ ആ സമയത്ത് ശത്രുക്കൾ വീട് വളഞ്ഞ ആ സമയമുണ്ടല്ലോ, രാത്രിയിൽ ശത്രുക്കൾ വീട് വളഞ്ഞല്ലോ. അപ്പോൾ തൻ്റെ വിരിപ്പിൽ കിടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് ആരോടാണ്? അലി റളിയല്ലാഹു അൻഹുവിനോടാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. നാലാമത്തത് ഇസ്രാ മിഅ്റാജ് യാത്രകളിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരാ? ഇസ്രാ മിഅ്റാജൊക്കെ ആ യാത്രകളൊക്കെ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഹിജ്റ യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കാണ് എന്നർത്ഥം. അഞ്ചാമത്തത് തബ്ബല്ലക്ക അലിഹാദ ജമഅതന എന്ന് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? തബ്ബല്ലക്ക, നിനക്ക് നാശം. അലിഹാദ ജമഅതന, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞതാരാ? ഇത് അബൂലഹബാണ് അല്ലേ. സഫാ കുന്നിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരൊക്കെ വിളിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ആ സമയത്ത് അബൂലഹബ് പറഞ്ഞതാണ്. അബൂലഹബ്. അപ്പോൾ അബൂലഹബ് എന്ന് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തത് വർഷം എഴുതാം. വർഷം എഴുതാനാണ്. ഇവിടെ ഒരു 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങൾ നടന്ന വർഷം എഴുതാനാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താണ്? ത്വായിഫിലേക്ക് യാത്ര നടത്തി. ത്വായിഫിലേക്ക് നബിയും സയ്യിദ് ബിൻ ആയിഷ റളിയല്ലാഹു അൻഹു പടകൂട്ടിൻ്റെ യാത്ര ഉണ്ടായിരുന്നല്ലോ. അത് എപ്പോഴാണ്? നുബുവത്തിൻ്റെ 10ാം വർഷമാണല്ലേ. അപ്പോൾ ത്വായിഫിലേക്ക് യാത്ര നടത്തിയത് നുബുവത്തിൻ്റെ 10ാം വർഷം. രണ്ടാമത്തത് ഒന്നാം അഖബ ഉടമ്പടി. ഒന്നാം അഖബ ഉടമ്പടി ഉണ്ടായത് അത് നുബുവത്തിൻ്റെ എത്രാം വർഷമാണ്? 12ാം വർഷമാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കണ്ട ഇതാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്താൻ വേണ്ടി നോക്കുക. നുബുവത്തിൻ്റെ 12ാം വർഷം. ഇനി ഞാൻ ചുരുക്കി ഇതാണ് 12ാം വർഷം. മൂന്നാമത്തത് രണ്ടാം അഖബ ഉടമ്പടി ഉണ്ടായതോ അത് അതിൻ്റെ തൊട്ടടുത്ത കൊല്ലാണ്. നുബുവത്തിൻ്റെ 13ാം വർഷമാണ്. നുബുവത്തിൻ്റെ 13ാം വർഷം. അപ്പം അങ്ങനെ എഴുതാം. ഇനി നാലാമത് മദീനയിലേക്ക് ഹിജ്റ പോയി. നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് അത് നുബുവത്തിൻ്റെ 14ാം വർഷമാണ്. 14ാം വർഷം. അപ്പോൾ ത്വായിഫിലേക്ക് യാത്ര നടത്തിയത് നുബുവത്തിൻ്റെ 10ാം വർഷം. ഒന്നാം അഖബ ഉടമ്പടി നുബുവത്തിൻ്റെ 12, രണ്ടാം അഖബ ഉടമ്പടി നുബുവത്തിൻ്റെ 13, പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോയത് നുബുവത്തിൻ്റെ 14. ആ വർഷങ്ങളിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നർത്ഥം. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഉത്തരം എഴുതാം. അതിലൊന്നാമത്തെ ചോദ്യം മിഅ്റാജ് എന്നാൽ എന്ത്? മിഅ്റാജ് എന്നാൽ എന്താണ്? നമ്മുടെ പുസ്തകത്തിൽ അവിടെ നിന്ന്
പിന്നെ ആകാശലോകത്തേക്ക് കയറിയതിന് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അവിടെ നിന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ അങ്ങനത്തെ കാര്യമൊന്നും പറയാത്തത് കൊണ്ട് അവിടെ നിന്ന് എന്നുള്ളത് എവിടെ നിന്നാണ് നമ്മൾ എഴുതി കൊടുക്കണം. എവിടെ നിന്നാണ് സംഭവം? മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതാം, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന്, അങ്ങനെ എഴുതാം. രണ്ടാമത്തത് അതിനാണ് എന്തെന്ന് പറയാം, മിറാജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ? മദീനയിലെ പ്രധാന 2 കുടുംബങ്ങളുടെ പേരെഴുതുക. മദീനയിലെ പ്രധാന 2 കുടുംബങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് ഔസാണ്, ഔസ്. മറ്റൊന്ന് എന്താണ്? ഖസ്റജ് ആണ്, ഖസ്റജ്. ഔസ്, ഖസ്റജ്, ഇതാണ് 2 കുടുംബങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ത്വായിഫിൽ നിന്ന് മടങ്ങി വന്ന ശേഷം നബിയുടെ പതിവായിരുന്നു എന്ത്? ത്വായിഫിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതിനുശേഷം മടങ്ങി വന്നതിന് ശേഷം നബിക്കൊരു പതിവുണ്ടായിരുന്നു. ആ പതിവ് പറയുന്നുണ്ട് പുസ്തകത്തിൽ. എന്താണ് ആ പതിവ്? കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കൽ, അങ്ങനെ എഴുതിയാൽ മതി. കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കൽ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ എഴുതാം, അതൊന്നും കുഴപ്പമില്ല. നാലാമത്തെ ചോദ്യം, എത്യോപ്യൻ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന്? എത്യോപ്യൻ രാജാക്കന്മാരൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്, എന്താണത്? എത്യോപ്യൻ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേര് നജാഷി എന്നാണ്. ഇത് ഒരാളെ പേരല്ല, രാജാക്കന്മാരൊക്കെ പേര് നജാഷി എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അഞ്ചാമത്തെ ചോദ്യം, മദീനയിലേക്കുള്ള യാത്രയുടെ വഴികാട്ടി ആരായിരുന്നു? മദീനയിലേക്കുള്ള ഹിജറ യാത്ര ഉണ്ടല്ലോ, അതിലെ വഴികാട്ടി ആരായിരുന്നു? അബ്ദുല്ലാഹിബ്നു അരീഖത്ത് അലി ആയിരുന്നു അല്ലേ? അബ്ദുല്ലാഹിബ്നു അരീഖത്ത് അലി, അങ്ങനെ എഴുതാം. ഇനി ആറാമത്തത് കണ്ടെത്താം. 4 ചോദ്യങ്ങളാണ്. എന്താണ് അതിലൊന്നാമത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ, അവരുടെ പേര് നമ്മൾ എന്താ എഴുതി കൊടുത്താൽ മതി? അസ്മാ എന്നവരാണ് അല്ലേ? അസ്മാ. പിന്നെ രണ്ടാമത്തത് അത്ഭുത വാഹനം. നബി തങ്ങളുടെ ഹിജറ യാത്രയല്ല, പിന്നെ ഇസ്രാ മിറാജ് യാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ അത്ഭുത വാഹനത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ് ആ വാഹനം? ബുറാഖ്, പ്രകാശത്തേക്കാൾ വേഗത എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തത് ഖുറൈശികൾ യോഗം ചേർന്ന സ്ഥലം. ഖുറൈശികൾ യോഗം ചേർന്ന സ്ഥലം ഏതാണ്? ദാറുൻ നദ്വയാണ്. ആദ്യകാല ദീനീ പ്രബോധനങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലം അത് ദാറുൽ അർഖമാണ്. ദാറുൻ നദ്വയും ദാറുൽ അർഖമും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. നാലാമത്തത് ഒളിച്ചിരുന്ന ഗുഹ. ഇത് ഹിജറ യാത്രയിൽ നബിയും സിദ്ദീഖ് റളിയല്ലാഹുവിനൊക്കെ ഒളിച്ചിരുന്ന ആ ഗുഹയുടെ പേര് സൗർ എന്നാണ്. സൗർ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.